ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു സ്റ്റാറ്റസ് ഇടലുണ്ടായി. ഒരു പഴയൊരു മിക്സർ ഗ്രൈൻഡറുമേ ഡെക്കോപ്പാജ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ. അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചു എൻ്റെ അടുത്ത് എങ്ങനെയാണ് ചെയ്തേ, പെയിൻറ്റ് ചെയ്തതാണോ എന്നൊക്കെ. ആക്ച്വലി ഞാനിത് ആദ്യമായിട്ട് ഡെക്കോപ്പാജ് പരീക്ഷിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽ ഡെക്കോപ്പാജ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് ആവശ്യമായ മെറ്റീരിയൽസ് ഞാൻ ആദ്യം പറയാം. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. എനിക്ക് പണ്ട് മുതലേ ഈ ഗ്ലാസ് ബോട്ടിൽസിനോടും ജാസിനോടൊക്കെ ഭയങ്കര ഒബ്സെഷനാണ്. നിങ്ങളുടെ ഗ്ലാസ് ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ആയാലും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഡെക്കോപ്പാജ് നാപ്കിൻസ് ആണ്. ഫസ്റ്റ് കാണുന്ന 2 എണ്ണം ഞാനൊരു ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. സോ ഞാനത് DIY ചെയ്തെടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്തെടുത്ത നാപ്കിൻസ് ആണ് ഈ കാണുന്നത്. കുറച്ച് റിസ്ക് എടുത്ത് ചെയ്ത സംഭവമാണ്. പ്രിൻ്ററൊക്കെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ സാധാ ടിഷ്യൂ പേപ്പറിലായിരുന്നു പ്രിൻ്റ് എടുക്കാൻ ട്രൈ ചെയ്തത്. എങ്കിലും കുഴപ്പമില്ല, എനിക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടി. നമുക്കത് പോരെ. ഇനി നമുക്ക് വേണ്ടത് ഡെക്കോപ്പാജ് ഗ്ലൂ ആണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്രിലിൻ്റെ മോഡ്പോജ് ഗ്ലോസ് ആണ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ പലതരം ഡെക്കോപ്പാജ് ഗ്ലൂസ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് ഡെക്കോപ്പാജ് ഗ്ലൂ അവൈലബിൾ ഓൺലൈൻ. ഇതിനാകെ 150 റുപ്പീസേ ഉള്ളൂ. അടുത്ത് നമുക്ക് വേണ്ടത് അക്രിലിക് കളേഴ്സ് ആണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലാഷിൻ്റെ അക്രിലിക് കളേഴ്സ് ആണ്. ഐ ബോട്ട് ദിസ് ഫ്രം ആമസോൺ. ആക്ച്വലി എനിക്ക് ഈ പെയിൻറ്റ്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇറ്റ് ഈസ് സോ തിക്ക് ഇൻ ടെക്സ്ചർ ആൻഡ് ഗിവ്സ് യു എ സ്മൂത്ത് ഫിനിഷ്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പെയിൻറ്റ്സ് ഫോർ ബോട്ടിൽ ആർട്സ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്കിനി വേണ്ടത് ഒരു ഫ്ലാറ്റ് ബ്രഷ് ആണ്. ഐ ഹൈലി പ്രിഫർ ടു യൂസ് എ ഫ്ലാറ്റ് ബ്രഷ്. കാരണം ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ബ്രഷസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാപ്കിൻസ് പെട്ടെന്ന് കീറി പോവാൻ ചാൻസ് ഉണ്ട്. സോ ആദ്യം നമുക്ക് ബേസ് കളർ കൊടുക്കാൻ കുറച്ച് അക്രിലിക് കളർ എടുക്കുക. അതിനുശേഷം ഒരു സ്പോഞ്ച് എടുത്തിട്ട് അക്രിലിക് കളർ ബോട്ടിലോട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. പെയിന്റ് ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ സ്പോഞ്ച് യൂസ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ബ്രഷ് സ്ട്രോക്സ് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ഗിവ്സ് യു എ ബെറ്റർ ഫിനിഷ് ആൻഡ് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഞാനിവിടെ എൻ്റെ നാപ്കിൻ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ബേസ് കളർ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഉണക്കാൻ വെക്കാം. ഇനി അടുത്ത് നമുക്ക് ഡെക്കോപ്പാജ് ഗ്ലൂ എടുക്കുക. മോഡ്പോജ് ഗ്ലോസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കത് ബോട്ടിലോട്ട് തിൻ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലി അപ്ലൈ എ തിൻ ലെയർ. കാരണം കൂടുതൽ അപ്ലൈ ചെയ്താൽ നാപ്കിൻ കീറിപ്പോകും. സോ ഇതുപോലെ പേഷ്യൻസോട് കൂടിയിട്ട് ബോട്ടിലെ എല്ലാ പാർട്സിലോട്ടും ഡെക്കോപ്പാജ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക തിൻ ലെയർ അപ്ലൈ ചെയ്യാൻ. നൗ ഇതാണ് ഈ ആർട്ടിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട്. ഈ നാപ്കിൻ കീറിപ്പോവാതെ മെല്ലെ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. This step requires you to be careful and to have utmost patience. ഇല്ലെങ്കിൽ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ആ സീനാവും. ധൃതി കൂട്ടി ചെയ്താൽ നാപ്കിൻ പെട്ടെന്ന് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുക. അടുത്ത് നമുക്ക് ഇതുമലോട്ട് ഡെക്കോപ്പാജ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നാപ്കിൻ ബോട്ടിലോട്ട് നന്നായിട്ട് മേർജായി വരുന്നത്. ഇനി ബാക്കിയുള്ള സ്പേസും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക. മുൻപ് ചെയ്ത പോലെ തന്നെ മോഡ്പോജ് യൂസ് ചെയ്തിട്ട്. ഈ മോഡ്പോജ് ആക്ച്വലി ക്രാഫ്റ്റേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്ലൂ ആണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി ക്രാഫ്റ്റ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് മോഡ്പോജ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുമേൽക്ക് നമ്മൾ കംപ്ലീറ്റ്ലി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് ഡ്രൈ ചെയ്യാൻ വെക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു വിൻറ്റേജ് ലുക്കാണ് ഞാൻ ആക്ച്വലി ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. സോ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.